ഐഡിയ ഫാമേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് 31/10/2025 ബ്രോയിലർ ഫാം റേറ്റ് അപ്ഡേഷൻ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് ഇന്നത്തെ ഫാം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻകാർട്ടസൻ്റെ ബൾബ് ഈ ഒരു ബൾബുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, എനിക്ക് തോന്നുന്നു കുറേ വീഡിയോ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് കോഴിക്കുഞ്ഞിന്, അതായത് കോഴിക്കുഞ്ഞ് വന്ന അന്ന് മുതൽ ഏതെങ്കിലും ഫാമിൽ ഉപയോഗിച്ച് വീഡിയോ ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് വന്ന കോഴിക്കുഞ്ഞിന് ഇത് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണാൻ പറ്റും. അതായത് റേറ്റ് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചിട്ടാണ് ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ഹോൾഡറിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെ വീഡിയോയുടെ മുകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ കണ്ടതിൻ്റെ ഫോട്ടോ കാണാം, അവിടെ അഫിലിയേറ്റ് ചെയ്ത് കാണാം. ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണാനും അത് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കൂടെ വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ സൈഡ് കർട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് നീക്കാനൊക്കെ ഉപയോഗിക്കാൻ പാകത്തിലൊരു ക്ലിപ്പാണ്. നമുക്ക് സിമ്പിളായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. ഇതിൻ്റെയും അഫിലിയേറ്റർ ലിങ്ക് ഇന്നത്തെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഐഡിയ ഫാമേഴ്സ് നമുക്ക് ഈ ഒരു ബൾബ് വെച്ചിട്ട് ഫസ്റ്റ് ഡേ മുതൽ തന്നെ ബ്രോഡിങ് ചെയ്ത ഒരു ഫാമിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബ്രൂഡിങ്ങിന് ഉപയോഗിച്ചേക്കുന്നത് ഈ ഒരു ഇൻകാർട്ടസൻ്റ് ബൾബ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഹാലജൻ ബൾബാണ്. ഈ ഒരൊറ്റ ബൾബിൽ നമുക്ക് 250 കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരൊറ്റ ബൾബ് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒരു വയറിൻ്റെ മുകളിലാണ് ഇത് ഹാങ് ചെയ്ത് നിർത്തിയേക്കുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത്, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തകരത്തിൻ്റെ ഒരു പെട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ ചൂട് കിട്ടുമോ ഇല്ലെന്ന് ചില ആൾക്കാർക്കൊക്കെ ഡൗട്ടുണ്ട്. അതും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെയും ഒരു സംശയം മാറി കിട്ടും. കാരണം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പരന്നിരിക്കുന്നത്. അപ്പോൾ ചൂട് കുറവാണെങ്കിൽ ഇന്ന് തന്നെ വന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൂടിയാണ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് കിട്ടില്ല എന്നും ആർക്കും തന്നെ ഒരു ഡൗട്ടും വേണ്ട. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത്, നമ്മളത് ഇൻഫ്രാറെഡ്, അതായത് ആ റെഡ് കളറിൽ വരുന്നത് മേടിക്കുമ്പോഴാണ് ചൂട് കിട്ടാത്ത വിഷയം വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹോൾഡർ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ഹോൾഡറിൻ്റെ കാര്യം പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ രീതിയിൽ ബൾബ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഹോൾഡർ ഹീറ്റായിട്ട് ഹോൾഡർ എന്ത് ചെയ്യും, ലൂസ് കോൺടാക്റ്റ് വന്നിട്ട് ആ ഒരു ഹോൾഡർ ഉരുക്കി പോകും. അപ്പോൾ എന്താവും, ബൾബ് കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബൾബ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊട്ട് നോക്കും. അപ്പം ബൾബും ഫീസ് അടിച്ചും ചിലപ്പോൾ ആ ഹോൾഡറിൽ ലൂസ് കോൺടാക്ട് കാരണം നമുക്ക് ആ ഒരു എന്താ പറയുക, ഫാമിൽ ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടും വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ത്രെഡ് ടൈപ്പ് മാത്രമല്ല, ഇത് സാധാരണ ബൾബ് ഉപയോഗിക്കാനും ഈ ഒരു സെറാമിക് ഹോൾഡർ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. മൈഡിയ ഫാമേഴ്സ്, നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഈ ഒരു ബൾബ് വെച്ചിട്ട് ബ്രൂഡിങ് ചെയ്യുന്ന ഒരു ഫാമിൻ്റെ വീഡിയോ ഉണ്ട്. അത് 2000 കോഴികളാണ് വളർത്തുന്നത്.